Hello guys, welcome to our YouTube channel. ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു ടൂണ പിക്കിൾ ഉണ്ടാക്കിയാലോ. ഇതിപ്പോൾ ഒരു 1.5 kg ടൂണയാണ്. അതിൽ ഞാൻ മീറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. ആ ടൂണയുടെയൊക്കെ മീറ്റ് മാത്രം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി ഊറ്റി വെച്ചേക്കണേ. ഇനി നമുക്കിതിലിടാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ മാഗ്നേഷൻ ഇതൊക്കെയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഗാർലിക് പൗഡർ, ഒരു 1/2 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കായം ആവശ്യത്തിന്. ഇതിൻ്റെ പകുതി ഇപ്പം ഞാൻ എടുത്തേക്കാൻ ഒരു 1/2 ടേബിൾ സ്പൂണാണ്. അതിൻ്റെ പകുതി നമുക്ക് എപ്പോൾ എടുത്ത് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാറാക്കാൻ നേരത്തേക്ക് ബാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് വന്നാലോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ടേബിൾ സ്പൂണ് വിനെഗറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. അതൊന്നും നമുക്ക് 2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ റെസ്റ്റ് ചെയ്യേണ്ട നേരത്ത് നമുക്ക് ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ഒക്കെ റെഡിയാക്കി വെക്കാമേ. അതിലേക്ക് ഞാനൊരു 3 വലിയ വെളുത്തുള്ളിയും വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 6-7 പച്ചമുളകും എടുത്തിട്ടുണ്ട്. മീനൊക്കെ ഞാൻ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒഴിച്ചിട്ട് ഓക്കെ, ഞാൻ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫിഷ് ഫ്രൈ ചെയ്തിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ വേണ്ടി കേട്ടോ. കുറച്ച് അത്യാവശ്യം നല്ലോണം മൊരിയിച്ച് എടുത്തോ. അപ്പോൾ കുറച്ച് ദിവസം നമുക്കത് ലാസ്റ്റ് ചെയ്യും. അപ്പോഴേക്ക് ഞാൻ വേറൊരു കറിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. സെയിം വറുത്ത എണ്ണ ഞാൻ ഉപയോഗിച്ചില്ല, വേറെ പുതിയ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ഞാൻ ചേർത്തുള്ളൂ കേട്ടോ. കാര്യം ഓൾറെഡി നമ്മൾ വറുത്ത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുത്ത ഫിഷാണല്ലോ. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് പൊട്ടി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ അതിലേക്ക്. അത് ശരിക്കും വാടി വരണം കേട്ടോ. അതിൽ നേരെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം വറ്റി വരണം. അത് നല്ലോണം വയറ്റി എടുക്കണം നമ്മത്. എന്നാലേ നമുക്ക് കുറച്ച് ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ആ പച്ചമണം പോണ വരെ നല്ലോണം വാട്ടിയെടുക്കാം. ഒരു ലൈറ്റ് വാടി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൽ ഞാൻ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും മാത്രം ഇട്ടാക്കുന്നത്. ഞാൻ ഒരു സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഫിഷ് ഫ്രൈയിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് കുറച്ച് ചേർക്കുന്നതല്ല കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വാട്ടി കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആവണവരേക്കും നല്ലോണം വഴറ്റി കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 1.5 മാസം വരെയൊക്കെ നിൽക്കും കേട്ടോ. പക്ഷേ ഞാനിവിടെ ഫിഷ് അച്ചാർ ഇട്ടാൽ വേഗം തീർന്നു. മാക്സിമം ഒരാഴ്ചയൊക്കെ നിൽക്കുള്ളൂ. കാര്യം മോൾക്കും ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ ശരിക്കും വാടിയതുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള മസാല നോക്കാം. അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരിയാണ് കേട്ടോ, ചില്ലിയാണ്. നിങ്ങൾക്ക് എരിവെള്ള മുളക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകാണ് കേട്ടോ. കടുക് ഞാൻ ചതച്ചെടുത്തു, ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് പേസ്റ്റ് ആക്കണ്ട, ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ വഴറ്റി കൊടുക്കുക. കാര്യം ഞാനിതിൽ അച്ചാർ പൊടിയും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഇട്ടാണ് ചെയ്യുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ഇടുന്നത്. വേറെ അച്ചാർ പൊടിയും കാര്യമൊന്നും ഇടുന്നില്ല. പിന്നെ കായവും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂണോളം കായവും കൂടെ ഇട്ടിട്ടുണ്ട്. അത് ശരിക്കും മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ വിനാഗർ നമുക്ക് വെള്ളമൊന്നും ചേർക്കാൻ പറ്റില്ല. വിനാഗർ അത്യാവശ്യത്തിന് കുറുക്കി നമുക്ക് എടുക്കുക. നമ്മുടെ ഫിഷിൻ്റെ ആവശ്യത്തിന്, നിങ്ങളുടെ പുള്ളിയുടെ ആവശ്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഞാനവിടെ അത്യാവശ്യം വിനാഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ കാണാം വീഡിയോയിൽ. എന്നിട്ട് നല്ലോണം കുറുകി വരുമ്പോഴേക്കും ഞാൻ കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു തിക്കായിട്ട് കുറുകി ഒന്ന് തിളപ്പിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. നമുക്ക് ഈ അച്ചാറിൻ്റെ കൂടെയൊക്കെ തിന്നാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും.
അപ്പം ഞാൻ ഇതിൽ ഫിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഫിഷ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ മസാലയും കാര്യങ്ങളൊക്കെ നല്ലോണം അതിൽ പിടിക്കണം. അപ്പോൾ ഞാൻ ഫിഷെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് അതിൽ വിനാഗർ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, ആ വിനാഗറൊക്കെ ശരിക്കും ഇതിൽ വറ്റിച്ച് നമുക്ക് വെള്ളമില്ലാണ്ട് എടുക്കാം. ഓക്കെ, നമുക്ക് ഇതിപ്പോൾ പിറ്റേ ദിവസമായിട്ടോ. ഇനി നമുക്കതൊരു ബോട്ടിലിൽ ആക്കി വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അതല്ലെങ്കിൽ പുറത്ത് വെക്കണമെങ്കിലും പുറത്ത് വെക്കാം. പുറത്ത് നമുക്കൊരു മാക്സിമം 1 ആഴ്ച 2 ആഴ്ചയൊക്കെ പുറത്ത് വെച്ചാലും ഇരിക്കും കേട്ടോ, കേടാവുന്നുണ്ട്. ഇതിപ്പോൾ മോള് വന്നിട്ടുണ്ട്, അമ്മയെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നിന്ന് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് അച്ചാറും എല്ലാ അച്ചാറുകളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.